എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം രോഹിത് നിരപരാധിയാണ് എന്നുള്ള വാർത്ത ഫ്രണ്ടിൽ വരാത്തതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ മനുവും ശിവനും. അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കമലയ്ക്ക്. അതുകൊണ്ട് തന്നെ ചായ കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് ഇടുന്നത് പോലെയാണ് കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രോഹിയെ വെറുതെ വിട്ട വാർത്ത ഫ്രണ്ട് പേജിൽ വരാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണോ രണ്ടുപേർക്കും? എങ്കിലും ഒരു കാര്യം ചെയ്യുക, പത്രപരസ്യം പോലെ തന്നെ കുറച്ച് പരസ്യം അച്ചടിച്ച് എല്ലായിടത്തും കൊടുക്കുക, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മനസ്സമാധാനം ആകട്ടെ എന്നൊക്കെ പറയുന്നതേയും ദേഷ്യം വരുന്നുണ്ട് ശിവന്. എന്നിട്ട് ശിവൻ പറയുവാണ്, എൻ്റെ പൊന്നു കമലെ, നീ എൻ്റെ സമ്മതല തെറ്റിക്കരുത്. ഇപ്പം തന്നെ ശ്രീപീഡകൻ്റെ അച്ഛൻ എന്നൊരു പേര് എല്ലാവരും കൂടി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി ഭാര്യ ഘാതകൻ എന്നുകൂടിയുള്ളൊരു പേര് എനിക്ക് ഉണ്ടാക്കി തരരുത്. ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോകുന്നത്. അവിടെ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിട എന്ന് പറയുവാണ് ശിവൻ. നേരം ദേഷ്യം വന്നിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടങ്ങ് തുള്ളിച്ചാടി അകത്തേക്ക് പോകുന്നുണ്ട് കമല. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നു. ബാലേന്ദ്രൻ താഴെ ഗേറ്റിൻ്റെ അവിടെ വന്ന എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് മുകളിലോട്ട് കയറി വരുന്നു. അത് കഴിഞ്ഞ് രോഹിയുടെ റൂമിലോട്ട് ചെല്ലുവാട്ടോ. അന്നേരം അവനിങ്ങനെ തളർന്ന് കിടക്കുക. അന്നേരം പയ്യെ അടുത്തുനിന്ന് വിളിക്കുന്നുണ്ട്, എടാ രോഹി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അന്നേരം അവൻ എഴുന്നേറ്റ് അന്ന് ഇരിക്കാനുള്ള ശേഷി പോലും ഇല്ല. പയ്യെ ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ആടി പോവുക. അന്നേരം നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ എൻ്റെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കും. അവിടെ ഇരിക്കുന്ന ചായ ഗ്ലാസ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ചായ അതുപോലെ ഉണ്ട്, ചായ പോലും കുടിച്ചിട്ടില്ല. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ വീട്ടിൽ ആർക്കും നിന്നോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല, പിന്നെ നീ എന്തിനാ ഈ ഭക്ഷണത്തോട് ഈ വൈരാഗ്യം കാണിക്കുന്നത്? ഭക്ഷണം കഴിക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? നീ ആരോടായി ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നു. അന്നേരം ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുവാണ് രോഹിയെ. അന്നേരമാണ് അലീനെ റൂമിലേക്ക് കുറച്ച് കഞ്ഞിയാന്ന് തോന്നുന്നു ഭക്ഷണമായിട്ട് കയറി വരുന്നത്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്? ആ ചായ പോലും അവൻ കുടിച്ചിട്ടില്ല എന്ന് പറയുവാണ്. അന്നേരം അലീനെ ഒന്നും മിണ്ടുന്നില്ല, അത് അവിടെ കൊണ്ട് വയ്ക്കും. വെച്ചിട്ട് രോഹിത്തിനോട് പറയുവാണ്, രോഹിത്തെ ഇപ്പോഴാണെങ്കിൽ കഞ്ഞിക്ക് ചൂടുണ്ട്, നീ ഭക്ഷണം കഴിക്കണം കേട്ടോ, കഴിക്കാതിരുന്നാൽ അത് തണുത്തു പോകും എന്നൊക്കെ പറയുമ്പം ഒന്നും മിണ്ടുന്നില്ല രോഹിത്ത്. അന്നേരം ബാലേന്ദ്രൻ, എടാ നിന്നോടാ പറഞ്ഞത്, നീ ആ ഭക്ഷണം എടുത്ത് കഴിക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം എനിക്ക് വേണ്ട എന്ന് പറയും. അന്നേരം ഇതാ ഇങ്ങനെയാണെങ്കിൽ ശരിയാക്കിയല്ലോ കേട്ടോ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് വിലയുള്ള സാധനമാണ്, അത് പാഴാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പം അലീനയും പറയുന്നുണ്ട്, എന്തിനാ രോഹിത്ത് നീ ഭക്ഷണത്തോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ നീ എത്ര കാലം ജീവിക്കും എന്ന് ചോദിക്കുമ്പം ചാകുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് അവന് ആ കട്ടിലേക്ക് തന്നെ കിടക്കുവാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് നേരം നോക്കി നിന്നിട്ട് അലീന അവിടെ ഇരിക്കുന്ന ആ ചായയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നു. അലീന പോയി കഴിയുമ്പോൾ ഇവനിങ്ങനെ പുതച്ച് കിടക്കുവാണ്, നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്, പനിക്കാൻ തുടങ്ങുവാണ് എന്ന് തോന്നുന്നു. ആകെ വിഷമിച്ച് തളർന്നു പോയി അവൻ. ആ ഒരവസ്ഥ അവിടെ കിടക്കുവാണ്. അലീന താഴോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് കൃഷ്ണമോള് സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്തുകൊണ്ട് തന്നെ. അന്നേരം ഇത്ര പെട്ടെന്ന് നീ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ ആ റെഡിയായി, ഇനി എൻ്റെ ഈ ബാഗ് ഒന്ന് രണ്ട് കയ്യിലോട്ടും ഒന്ന് ഇട്ട് തന്നെയെന്ന് പറയുന്നു. അലീന അതൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കൃഷ്ണമോള് പോയി കഴിയുമ്പം അവിടെ ഫോണെ തോണ്ടിക്കൊണ്ടിരിപ്പുണ്ട് ബബിതയോട്, എടി ബബിത എഴുന്നേറ്റ് വാ, ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിച്ച് ബബിതയെ വിളിക്കുന്നുണ്ട്. അവൾ അവിടെ തന്നെ ഇരിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. ബാലേന്ദ്രൻ ഇറങ്ങി വരുന്ന കാണുമ്പോൾ പയ്യൊന്ന് എഴുന്നേക്കും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഇരിക്കും. ബാലേന്ദ്രൻ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എഴുന്നേക്കും. ഓടിപ്പോയി കൈയൊക്കെ കഴിയിട്ട് കൂടെ വന്നിരിക്കുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നു അവിടെ ഇരുന്ന്. ആ സമയം ഇവിടെ ശിവനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അടുത്തിരുന്ന് കമല ചൊറിയുന്നുണ്ട്. കമലയ്ക്ക് ആകെ വിഷമമാണ് ഹരിയെ ജാമ്യത്തിലിറക്കാത്തത് കൊണ്ട്. അന്നേരം ശിവൻ പറയുവാണ്, രഞ്ജു വിളിച്ചായിരുന്നു, അവൾ ഈ വീക്കെൻഡ് ഇങ്ങോട്ട് പോരുമെന്നാണ് പറഞ്ഞത്, അവിടെ ഓരോരുത്തർ അവളെ കളിയാക്കാനൊക്കെ തുടങ്ങി, ഇനിയിപ്പം ആകെ വിഷമമാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയുക. അന്നേരം എന്നിട്ട് അവൾ അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് കമല പരിഭവം പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, അതും അവൾ എന്നോട് പറഞ്ഞു, ഈ കാര്യം നിന്നോട് പറയാൻ വേണ്ടി വന്നപ്പം എൻ്റെ ഹരിമോൻ എന്ന് പറഞ്ഞ് നീ കരയാൻ തുടങ്ങി, അതുകൊണ്ടാണ് അവൾ നിന്നോട് പറയാതിരുന്നത് എന്ന് പറയുക. അന്നേരം എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുമ്പോൾ മാത്രം പുച്ഛമാണ് എന്ന് പറയുമ്പം പുച്ഛമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിയതാണ്, ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോകും ശിവൻ. അന്നേരമാണ് ശിവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. അന്നേരം അത് ആരാന്ന് നോക്കുമെന്ന് പറയുന്നു. എടുത്തു കഴിയുമ്പോൾ രാജീവനാണ്. ഫോൺ കൊണ്ട് ശിവൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. അന്നേരം എന്തുണ്ട് ശിവേട്ട അവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പം ഒരു വിശേഷവും ഇല്ല, ഹരിയെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു, ജാമ്യത്തിൽ ഇറക്കാനൊന്നും സാധിച്ചിട്ടില്ല, ഇനി അടുത്ത ജാമ്യം 30 ദിവസം കഴിഞ്ഞുള്ളൂ, അന്നും ജാമ്യം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം ശിവേട്ടൻ വിഷമിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് രാജീവൻ പറയുവാണ്, ഞാനിപ്പോൾ വിളിച്ചത്
വൈജയുടെ കാര്യം പറയാനാണ് എന്ന്. അന്നേരം അവളുടെ കാര്യം ഇനി എന്ത് പറയാനാ? അവളെ മര്യാദ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അവളുടെ വാശിയുടെ കാര്യം നിനക്കറിയാവുന്നതല്ലേ? എത്ര തവണ അവൾ ഉപദേശിച്ചു. അവളെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. അവൾ തന്നെ അവളുടെ ജീവിതം നശിപ്പിക്കുവാണ് എന്നൊക്കെ പറയുമ്പം രാജീവൻ പറയുന്നുണ്ട്, അവളങ്ങനെ നശിപ്പിക്കുമ്പം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? അങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതം നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോകും. അത് ആ കുടുംബം രണ്ടായി പോകും. അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം എന്ത് ചെയ്യാനാടാ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല ശിവേട്ട, അതിന് നമുക്കൊരു മാർഗം കണ്ടെത്താം. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഗംഗേട്ടനോട് പറയാം എന്ന് പറയും. അന്നേരം ഗംഗേട്ടനോട് പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാ എന്ന് ചോദിക്കുമ്പം ഗംഗേട്ടൻ അതിൻ്റേതായ രീതിയിൽ അത് കൈകാര്യം ചെയ്തോളും. നമുക്ക് അവൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലാം. എന്നിട്ട് വണ്ടിയെ കയറ്റി നേരെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിടാം. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നേരം അവൾ അവിടെ തന്നെ നിന്നോളൂ എന്നൊക്കെ പറയുമ്പം അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, കുറേ ബഹളം വെക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, അവൾ അവളുടെ വാശി കൊണ്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ എന്ന് ശിവൻ പറയും. അന്നേരം അങ്ങനെയല്ലെന്നേ, ഗംഗേട്ടനെ ഒന്ന് വിളിച്ച് സംസാരിക്കുക, അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഗംഗേട്ടൻ തന്നെ പറയുമെന്ന് രാജീവൻ പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറയുമ്പം എന്നാൽ ഇപ്പം തന്നെ ഗംഗേട്ടനെ ശിവേട്ടൻ വിളിച്ചോ എന്ന് പറയും. അന്നേരം അത് ഞാൻ തന്നെ ചെയ്യണോടാ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ എടുക്കില്ല ഗംഗേട്ടൻ. ശിവേട്ടനാവുമ്പോൾ അതിൻ്റെ തഞ്ചത്തിൽ പറയാനറിയാലോ, അതുകൊണ്ട് ശിവേട്ടനൊന്ന് പറ എന്ന് പറയുമ്പോൾ എന്നാൽ ആയിക്കോട്ടെ, നീ ഫോം വെക്കുക എന്ന് പറയുക. ഇത്രയൊക്കെ സംസാരിച്ചിട്ട് അവർ ഫോം വെച്ച് കഴിയുമ്പോഴേക്കും കമൽ വന്ന് ശിവനോട് ചോദിക്കും, ഇത്ര നേരം എന്നതായിരുന്നു അനിയനെയും ചേട്ടനോട് സംസാരം, ആരെപ്പറ്റിയായിരുന്നു എന്ന് ചോദിക്കുമ്പം വൈജയുടെ കാര്യമാണ് എന്ന് പറയും. അവളുടെ കാര്യത്തിൽ ഇനി എന്നെ ഇടപെടാനാ? അവൾ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതാണ്, വാടക വീടെടുത്തു, അവൾ അങ്ങോട്ടേ പോകുള്ളൂ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം എൻ്റെ പൊന്ന് കമലേ, നിന്നോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് നീ എൻ്റെ അടുത്തു നിന്ന് പോ എന്ന് പറയുമ്പോഴേക്കും തുള്ളിച്ചാടി അങ്ങോട്ട് പോവേ. ദേഷ്യമാണ് കമലയ്ക്ക് എല്ലാവരോടും. പിന്നെയും കാണിക്കുന്നത് രോഹിത്തിനെ തന്നെയാണ്. കുറേ നേരം കഴിഞ്ഞ് അലീന വീണ്ടും റൂമിൽ വന്ന് നോക്കുമ്പം രോഹിത്ത് പുതപ്പൊക്കെ പുതച്ചിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുവാണേ. എന്നിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കും അലീന. അന്നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെയും വന്ന രോഹിത്തിനോട് ചോദിക്കുന്നത്, എന്താ രോഹിത്തെ നീ ഇങ്ങനെ കിടക്കുന്നത്, ഭക്ഷണം കഴിക്കാതെ എത്ര കാലം നീ ജീവിക്കും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കുന്നില്ല, ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്നുള്ള രീതിയിലാണ് രോഹിത്ത് സംസാരിക്കുന്നത്. നേരം ചുമയ്ക്കുന്ന കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരു സംശയം, പനിയാണോ എന്ന്. അതുകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ എന്നെ തൊടരുത് എന്ന് പറയും. നേരം നല്ല ചുമയുണ്ടല്ലോ, നിനക്ക് പനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെയും തൊടാന്ന് ചെല്ലുമ്പം എന്നെ തൊടരുത്, എൻ്റെ ശരീരത്തെ തൊടരുത് എന്ന് പറയും. തൊട്ടാൽ എന്താ, നിനക്ക് പനി ഉണ്ടെന്നല്ല തോന്നുന്നത് എന്ന് പറയുമ്പം അത് സാരമില്ല, എന്നെ തൊടണ്ട, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം എന്നാണ് രോഹിത്ത് പറയുന്നത്. ആകെ വിഷമിച്ച് കുറേ നേരം നോക്കി നിന്നിട്ട് അലീന അങ്ങ് ഇറങ്ങി പോകുന്നു. പിന്നെയും ശിവനെയാണ് കാണിക്കുന്നത്. ശിവൻ്റെ കയ്യിൽ നിന്ന് ഗംഗാധരൻ്റെ ഒരു നമ്പർ പോയി, ആ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പം എന്തിനാ, ഹരിയുടെ കാര്യം സംസാരിക്കാനാണോ എന്ന് കമൽ ചോദിക്കും. അന്നേരം അവൻ്റെ കാര്യം എന്ത് സംസാരിക്കാൻ, ആ കാര്യത്തിലൊക്കെ ഗംഗേട്ടൻ വന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നാറും, അതുകൊണ്ട് ഗംഗേട്ടൻ ഇടപെടില്ല എന്ന് പറയുമ്പോൾ സ്വന്തം മകനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയുവാണ് കമല ശിവനോട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, സ്വന്തം മകനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇത്രയും ഓടിയത്, ഈ കാര്യങ്ങളൊക്കെ നീ ഓർക്കണമായിരുന്നു. ഞാൻ ആ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുമ്പം ഈ കുടുംബം ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്, നീ നേരാവണം മക്കളെ വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് ഈ കണ്ടത് എന്ന് പറയുമ്പം ആഹാ, അപ്പോൾ ഇത്രയും നാളും വളർത്തി ഞാനാണോ തെറ്റുകാരി എന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നീ തന്നെയാണ് തെറ്റുകാരി, അവൻ ചെയ്യുന്ന ഓരോ തെറ്റിനെയും നീ ന്യായീകരിച്ചു, എന്നിട്ട് ആ തെറ്റെല്ലാം മറ്റുള്ളവരുടെ തലയിലിടാൻ നീ മുൻപന്തിയിൽ നിന്നു, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയായി പോയതെന്നൊക്കെ പറയുമ്പം ഇതിപ്പം എല്ലാ തെറ്റും എൻ്റെ തലയിലേക്ക് ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്നേരവും കുറേ ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി അപ്പുറത്തേക്ക് പോകുന്നു. പിന്നീട് ശിവൻ ഗംഗാധരനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. വിളിച്ചിട്ട് വൈജയന്തിയുടെ കാര്യം പറയുന്നുണ്ട്. വൈജയന്തിയെ നാളെ ഡിസ്ചാർജ് ആക്കുമ്പം അവൾ വേറൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പം ഗംഗാധരൻ ചോദിക്കും, അതത്ര ശരിയായ നടപടി അല്ലല്ലോ എന്ന്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവളെ ഉപദേശിക്കാവുന്ന അത്രയും ഉപദേശിച്ചതാണ്, എന്നിട്ട് അവളെ തലയിൽ കയറുന്നില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയും, ഈ കാര്യം തനിക്കൊന്ന് ബാലേന്ദ്രനോട് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം അയാളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അയാൾക്ക് ഭാര്യയെക്കുറിച്ച് അറിയണ്ട, അങ്ങോട്ട് ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ചെല്ലാം, ചെന്നില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലാണ് ബാലേന്ദ്രൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവിനെ വിളിക്കാൻ മേലേന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഹരിയുടെ കാര്യത്തിന് രാജീവൻ വന്നായിരുന്നു, അവൻ കുറേ ദിവസം ഇവിടെ നിന്നിട്ട് പോയതുകൊണ്ട് ഇനി ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ഗംഗേട്ടനൊന്ന് വരണം എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ മാലതിയോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ, അവൾക്ക് വേറെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ നാളെ വന്നാൽ മതിയോ എന്നും ചോദിക്കുന്നുണ്ട്. അന്നേരം നാളെ വന്നാൽ പോരാ, നാളെയാണ് വൈജയന്തിയുടെ ഡിസ്ചാർജ്, അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഗംഗേട്ടൻ പുറപ്പെടണം എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ ഫോം വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമായി ഒരു ഉച്ചയൊക്കെ ആകുമ്പം മനു ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വാതിൽ വന്ന് തുറക്കുന്നത്
ബബിതയാണ്. അന്നേരം ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പം അതെ 12 മണിയായി എന്ന് പറയുമോ ബബിത. അന്നേരം ഓഹോ നീ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണോ, എങ്കിൽ ഗുഡ് നൂൺ എന്ന് പറഞ്ഞേക്കാം എന്നൊക്കെ പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്ന. അന്നേരം കൃഷ്ണമോള് സ്കൂളിൽ പോയി, അച്ഛൻ റൂമിലുണ്ട്, രോഹിയും റൂമിലുണ്ട് എന്നൊക്കെ പറയുമ്പം അലീന എന്ത് ചെയ്യുന്നു ചോദിക്കും. അന്നേരം അത് റൂമിൽ കാണും, അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ എവിടെയെങ്കിലും കാണും എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊന്നും ഇല്ലയെന്ന് ചോദിക്കും. അന്നേരം ബബിത പറയും അത് പണ്ടേ ഇല്ല എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് എടി അവൾക്ക് നിങ്ങളോട് ആരോടും യാതൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല, അവളോട് ദ്രോഹം ചെയ്ത രോഹിത്തിനോട് പോലും ഇല്ല എന്നിങ്ങനെ പറയുമ്പം അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് ബബിത പറയുന്നുണ്ട്. പിന്നെ നിനക്കെന്താ ഒരു പ്രശ്നം, അവളെ ഉൾക്കൊള്ളാൻ നിനക്കെന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പം അതെന്താണ് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട് അവളിവിടെ വന്ന കാലം തൊട്ട് നീയൊക്കെ വളരെ മോശമായാണ് അവളോട് പെരുമാറിയത്, എന്നിട്ടും അവൾ നിങ്ങളോടൊന്നും അങ്ങനെ പെരുമാറാതിരുന്നത് നിങ്ങൾ സഹോദരങ്ങളായതുകൊണ്ടാണ് എന്ന് പറയുമ്പം അത് അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും ബബിത. അന്നേരം മനു പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിച്ചു, എൻ്റെ അച്ഛൻ വിശ്വസിച്ചു, നിൻ്റെ അതുപോലെ കൊച്ചച്ഛനും വല്യച്ഛനും എല്ലാവരും വിശ്വസിച്ചു, ഞങ്ങളെല്ലാവരും പൊട്ടന്മാരാണ് എന്നാണോ നിൻ്റെ വിചാരം, നീ വലിയ ബുദ്ധിരാക്ഷസിയാണ് എന്നും ആണോ വിചാരിച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല, എനിക്കെന്തോ അവളോട് മിണ്ടാൻ പറ്റുന്നില്ല, അങ്ങ് സിങ്ക് ആകുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം മനു ചോദിക്കും അവളുണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ നന്നായിട്ട് ദഹിക്കുന്നില്ല, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം മനുവായിട്ട് എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കും. അന്നേരം കളിയാക്കുമൊന്നും അല്ലടി, നിൻ്റെ മനസ്സിലുള്ള ആ ഈഗോ എന്ന് എടുത്ത് ആ ഹെഡ് വെയിറ്റ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ നോക്കുക എന്നൊക്കെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. എന്നിട്ട് ചോദിക്കും എന്താ ഇവിടെ ഒരു വാഗ്വാദം എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ഒന്നുമില്ല, ഞാൻ ഇവൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കുമായിരുന്നു എന്ന്. അന്നേരം എന്നിട്ട് മനു ബാലേന്ദ്രനോട് എന്തുണ്ട് അങ്കിളെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, നിനക്കെന്തോ പറയാനുണ്ട്, അതിന് മുഖവരിയൊന്നും വേണ്ട, ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറയുവാണ്. അന്നേരം മനു പറയും അങ്കിളെ വേറെ ഒന്നുമല്ല, ആൻറ്റിയെ നാളെ ഡിസ്ചാർജ് ആക്കും, ആൻറ്റി ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്, അതാണ് പ്രശ്നം എന്ന് പറയുമ്പം അതിലിങ്ങനെ ഇത്തിരി രൂക്ഷമായി ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് പ്രൊമോ കാണിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ പുച്ഛവും ദേഷ്യവും ഒക്കെയാണ് വൈജയന്തിയോട്. ഏതായാലും പ്രൊമോയിൽ വൈജയന്തി ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, വാടക വീടിൻ്റെയാണെന്ന് തോന്നുന്നു, ഒരു താക്കോലുണ്ട് കയ്യിൽ, അതൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു അലീനയോട് പോയി പറയുന്നുണ്ട് കേട്ടോ നാളെ ആൻറ്റി ഇങ്ങോട്ട് വരും എന്ന്. അന്നേരം ഇങ്ങോട്ടാണോ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഭയങ്കര ആകാംക്ഷയോടെ അലീന. അന്നേരം ഇങ്ങോട്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് മനു. അതുപോലെ അലീന പറയുന്നുണ്ട് രണ്ടുപേരിൽ ഒരാളെ ഇവിടെ കാണുള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നത്, അതേ വാശിയിൽ തന്നെയാണ് ഇപ്പോഴും, എങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എവിടെയോ ഒരു ബബിതയുടെ മുഖത്ത് എന്തൊരു വിഷമോ സങ്കടമൊക്കെ വരുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും അതിനുശേഷം അലീന രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അവന് നല്ല പനിയുണ്ട്. അന്നേരം നിനക്ക് പനിയുണ്ട്, ഇങ്ങനെ കിടന്നാൽ ശരിയാകിയല്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ തുടരുതെന്ന് പറയും. അന്നേരം എന്തിനാ രോഹിത് നീ എന്നോട് ദേഷ്യം കാണിക്കുന്നത്, ഞാൻ നിൻ്റെ സഹോദരിയാണ്, നിൻ്റെ ചേച്ചിയാണ്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നേരത്തെ അത്ര എതിർപ്പില്ല, ഒന്നും മെരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവന് നല്ല പനി ആയതുകൊണ്ട് ആണെന്നോ തോന്നുന്നു നെറ്റിയിൽ തുണിയൊക്കെ നനച്ചു കൊടുത്തിട്ട് അടുത്തിരിക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.